നല്ലൊരു മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന രാവിലത്തെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ചായ ഇടുവാണ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ മടിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഇച്ചിരി തണുപ്പൊക്കെ ആയിട്ടുണ്ട്, ചൂടൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുന്നുണ്ട്, ചെറിയ ചൂടൊക്കെ മാറി കേട്ടോ. അങ്ങനെ രാവിലെ ആദ്യം തന്നെ ഞാൻ ചമ്മന്തി കറിയാണ് വെക്കുന്നത്. ദോശ ആണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശ പിന്നീട് ചൂടാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ചമ്മന്തിക്കറി വെക്കാൻ എടുത്തപ്പോഴത്തേക്കും ജിത്തോട്ട് ഉണന്നു കേട്ടോ. ജിത്തോട്ട് ഉണന്ന് ഒരേ കരച്ചിൽ. അപ്പോൾ ഞാൻ പിന്നെ വേഗം കുറച്ച് നേരം തൊട്ടില്ലേ ഒരു 5 മിനിറ്റൊക്കെ അവൻ പാട്ടും പാടി കിടക്കും. പിന്നെ എടുക്കാൻ ചെന്നില്ലെങ്കിൽ പിന്നെ അങ്ങ് തുടങ്ങും കേട്ടോ, നിർബന്ധം. അങ്ങനെ ഞാൻ പിന്നെ അവനെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ വെച്ചിരുന്നാണ് ദോശ ഇടുന്നത് കേട്ടോ. ദോശ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ 2-1 വാരി കൊടുക്കും ജിത്തൂട്ടന്. പിന്നെ ഞാൻ ചമ്മന്തിക്കറി ഒഴിച്ച് കുറച്ച് ഒരു ക്വാണ്ടിറ്റി ചെറിയ അളവിൽ പിന്നീട് ദോശ കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കാൻ വലിയ സന്തോഷമാണ്. ചാപ്പിട്ടുകൊണ്ടിരുന്ന് ഞാൻ ചുടുന്നത് പാത്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ വന്നിട്ട് 7ാമത്തെ വർഷം ആവാറായി കേട്ടോ. അപ്പോൾ പതുക്കെ മലയാളമൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ തമിഴ് ഇടയിൽ കയറി വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ക്ഷമിക്കണം. പിന്നെ നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് തീയലാണ് വെക്കുന്നത്. തേങ്ങ വറുത്തരച്ചാണ് തീയൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള തേങ്ങയൊക്കെ വറുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് തീയൽ വെക്കാനായിട്ട് കുറച്ച് ഉള്ളി വഴുതനങ്ങ കിടപ്പുണ്ടായിരുന്നു. അതിട്ടാണ് ഞാൻ തീയൽ വെക്കുന്നത്. അങ്ങനെ പൊടിയെല്ലാം ചേർത്ത് തേങ്ങ നല്ലവണ്ണം മൂക്കുന്ന രീതിയിൽ തേങ്ങ വറുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പം 2 വഴുതനങ്ങ ഇടന്നു കേട്ടോ. പിന്നെ കുറച്ച് മുരിങ്ങ ചീത്തയാവാറായി, എന്നിരുന്നാലും കുഴപ്പമില്ല, അത് ചെത്തിക്കളഞ്ഞിട്ട് നല്ലോണം എടുക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ തീയലിൽ നിറയെ അങ്ങ് മുരിങ്ങയൊക്കെ ഇട്ടു കേട്ടോ. അതിന് വെച്ചിരുന്നാലും നാശമായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ തീയൽ നല്ല വറുത്തരച്ച് അടിപൊളിയാണ്. ചോറിൻ്റെ നല്ല ചൂട് ചോറിൻ്റെ തിന്നാൻ പറ്റും നല്ല സൂപ്പർ തീയലാണ് കേട്ടോ. അതിന് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇടന്നു, അതെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് മീൻ കിട്ടിയില്ല. മീൻ ഇപ്പോൾ കുറേ നാളുകൊണ്ട് വരുന്നില്ല കേട്ടോ. ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആരും കടലിൽ പോകണില്ലെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മീനില്ലാത്തതുകൊണ്ട് മിക്ക ദിവസങ്ങളും പച്ചക്കറിയൊക്കെയാണ്. അപ്പോൾ മീനുണ്ടെങ്കിൽ ഒരു കറി മാത്രം, പിന്നെ ഒരു തോരനും മതിയായിരുന്നു. ഇപ്പം പച്ചക്കറി വെക്കുവാണെങ്കിൽ നിറയെ കറി വേണം കേട്ടോ സഹിച്ചേട്ടന്. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പം ചാപ്പിടാൻ സഹിച്ചിട്ട് ഇപ്പം വരും ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക കറി റെഡിയായി. പിന്നെ 3 മുട്ട ഉണ്ടായിരുന്നു, അതെടുത്ത് എന്നും പൊരിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ 3 പുഴുങ്ങി വെച്ചു കേട്ടോ. അത് രാവിലെ പുഴുങ്ങിയതാണ് കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഇഞ്ചിക്കറി, അമ്മ കുറച്ച് ഇഞ്ചിക്കറി തന്നു. അങ്ങനെ 2 മുട്ട എടുത്ത് പൊരിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് തൈരെടുത്ത് മോര് പോലെ അല്ലാതെ നമ്മൾ തൈരെടുത്ത് മോര് കാച്ചുമല്ലോ, കാച്ചുന്നതല്ല, പച്ചവെള്ളമൊക്കെ ഇട്ട് വയ്ക്കുന്ന, അങ്ങനെ ചെയ്തു. അതിനുശേഷം ചിത്തൂട്ടനും കളി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചോറെല്ലാം തിന്നിട്ട് വൈകുന്നേരത്ത് നമുക്ക് ചായക്ക് സൈശേട്ടൻ വൈകുന്നേരം മേടിച്ചുകൊണ്ട് വന്നതാണ് ഉള്ളിവട കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഉള്ളിവടയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചായ ഉണ്ടായിരുന്നു. ചായ കഴിച്ചിട്ട് സന്ധ്യയായി. വീണ്ടും മഴയൊക്കെ പെയ്ത് തോന്നു നിൽക്കുവാണ് ഒരു അന്തരീക്ഷം. എപ്പോഴും ഇന്ന് ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ല ദിവസം നടന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.